ഡെയിലി കറന്റ് അഫയേഴ്സ് 2026 ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച. ചോദ്യം 1. ഇന്ത്യയെ ആഗോള ഉൽപ്പാദന ഹബ്ബാക്കി മാറ്റുന്നതിനായി നീതി ആയോഗ് പുറത്തിറക്കിയ റിപ്പോർട്ടിന്റെ പേര് എന്താണ്? ഉത്തരം: കീ സെക്ടേഴ്സ് ടു പൊസിഷൻ ഇന്ത്യ ആസ് എ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്. പ്രധാന ലക്ഷ്യം: ഇന്ത്യയെ ആഗോള നിർമ്മാണ മേഖലയുടെ പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നതിനായി 12 പ്രധാന മുൻഗണനാ മേഖലകളെ പ്രയോറിറ്റി സെക്ടേഴ്സ് കേന്ദ്രീകരിച്ച് തന്ത്രപരമായ റോഡ്മാപ്പ് തയ്യാറാക്കുക. ആദ്യഘട്ടത്തിലെ പ്രധാന മേഖലകൾ കെമിക്കൽസ്, ടെക്സ്റ്റൈൽസ്, ടെലികോം നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങൾ, സോളാർ ഫോട്ടോവോൾട്ടായിക് (PV) നിർമ്മാണം. ചോദ്യം 2. 2026 ഓഗസ്റ്റ് 14 ഇന്ത്യയിലെ എത്ര പോലീസ്, ഫയർ സർവീസ്, ഹോം ഗാർഡ്, സിവിൽ ഡിഫൻസ്, ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗാലൻട്രി സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു? ഉത്തരം: 1057 പേർ. പ്രഖ്യാപിച്ച തീയതി: 2026 ഓഗസ്റ്റ് 14, സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച്. മെഡൽ ഫോർ ഗാലൻട്രി 301. പ്രസിഡന്റ്സ് മെഡൽ ഫോർ ഡിസ്റ്റിംഗ്വിഷ്ഡ് സർവീസ് 92. മെഡൽ ഫോർ മെറിറ്റോറിയസ് സർവീസ് 664. ചോദ്യം 3. 2026 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആദ്യമായി നേടിയ പ്രധാന നേട്ടം എന്താണ്? ഉത്തരം: ആദ്യമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ നേടി. 13 സ്വർണം, 8 വെള്ളി, 14 വെങ്കലം ഉൾപ്പെടെ 35 മെഡലുകൾ നേടി. ചോദ്യം 4. 2026 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മൊത്തം പ്രകടനത്തിനുള്ള ഇന്ത്യ നേടിയ ട്രോഫി ഏതാണ്? ഉത്തരം: വിൽക്കിൻസൺ സ്വാർഡ് ട്രോഫി. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീമിന് നൽകുന്ന പ്രശസ്തമായ ബഹുമതിയാണിത്. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ വിൽക്കിൻസൺ സ്വാർഡ് ട്രോഫി സ്വന്തമാക്കുന്നത്. ചോദ്യം 5. 2026 ഓഗസ്റ്റ് 13 ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം സ്പോർട്സ് മന്ത്രാലയം എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്? ഉത്തരം: ഭരണപരമായ വീഴ്ചകൾ, സമയബന്ധിതമായി തിരഞ്ഞെടുപ്പ് നടത്താത്തത്, ആഭ്യന്തര തർക്കങ്ങൾ, കായികതാരങ്ങളുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ എന്നിവ കാരണം. പ്രസിഡന്റ് മേഖല അഹ്ലാവത്, സെക്രട്ടറി ജനറൽ കാമലേഷ മേത്ത എന്നിവരുൾപ്പെടെയുള്ള ഭരണസമിതിയിലെ ഭിന്നതകൾ തീരുമാനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ചോദ്യം 6. ദിവ്യാംഗ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഓഫ് ഇന്ത്യ (DCCBI) യുടെ ചെയർപേഴ്സണായി 2026 ഓഗസ്റ്റ് 13 നിയമിതയായത് ആര്? ഉത്തരം: മീനാക്ഷി ലേഖി, മുൻ കേന്ദ്ര സഹമന്ത്രി. ആഗ്രയിൽ നടന്ന ഭിന്നശേഷി ക്രിക്കറ്റ് അവാർഡ് നിർണയ ചടങ്ങിലാണ് മീനാക്ഷി ലേഖിയെ ഈ സ്ഥാനത്തേക്ക് ഔദ്യോഗികമായി നിയമിച്ചത്. സീനിയർ വൈസ് ചെയർപേഴ്സൺ നീരജ് അശോക് ശർമ്മ. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഖാലിദ് അബ്ബാസ്. ഡയറക്ടർ ഓഫ് ഫിനാൻസ് നീരജ് ശർമ്മ. ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ അഫയേഴ്സ് അജിത് ചന്ദേല, മുൻ IPL താരം. ചോദ്യം 7. കേരള സർക്കാർ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ വിതരണം മെച്ചപ്പെടുത്താൻ ഏത് സ്ഥാപനവുമായി സഹകരിച്ചു? ഉത്തരം: SES. സാമൂഹ്യക്ഷേമ പെൻഷനുകളും മറ്റു പദ്ധതി ആനുകൂല്യങ്ങളും ഗുണഭോക്താക്കളുടെ വീടുകളിൽ നേരിട്ടെത്തിക്കുന്ന വിതരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി കേരള സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലിമിറ്റഡ് KSSPL, SES സോഷ്യൽ അസിസ്റ്റൻസ് സിസ്റ്റം വഴിയാണ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ചോദ്യം 8. കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പോലീസ് പരിഷ്കരണ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം: മൈ പോലീസ് സ്റ്റേഷൻ. ലക്ഷ്യം: പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൗഹൃദമാക്കുക, സേവനങ്ങൾ ഡിജിറ്റൽ ആക്കുക, സ്റ്റേഷനുകളുടെ വൃത്തിയും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുക. പ്രഖ്യാപിച്ചത് കേരള സർക്കാർ 2024-2025 കാലയളവിൽ. ചോദ്യം 9. കേരളത്തിലെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഔദ്യോഗികമായി ആരംഭിക്കാൻ തീരുമാനിച്ച തീയതി ഏതാണ്? ഉത്തരം: 2026 ഓഗസ്റ്റ് 15. പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്ന പരാതികളുടെ നിലവിലെ വിവരങ്ങൾ, അന്വേഷണ പുരോഗതി, അടിയന്തര സേവനങ്ങൾ തുടങ്ങിയവ സുതാര്യമായും എളുപ്പത്തിലും ജനങ്ങൾക്ക് തത്സമയം അറിയാൻ സഹായിക്കുന്ന ഒരു നിർണായക ഡിജിറ്റൽ സംവിധാനമാണിത്. ചോദ്യം 10.
കേരള സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകാൻ ശുപാർശ ചെയ്ത പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനാര്? ഉത്തരം ഡോക്ടർ കെ രാധാകൃഷ്ണൻ. സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഡോക്ടർ കെ രാധാകൃഷ്ണന് പുറമെ ചലച്ചിത്ര താരം മധു, ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി, ഹോക്കി താരം PR ശ്രീജേഷ് എന്നിവർക്കും ഓണററി ഡോക്ടറേറ്റ് D.Litt നൽകാൻ ശുപാർശ ചെയ്തത്. ചോദ്യം 11. സെൻസസ് 2027ന്റെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ റഫറൻസ് തീയതി ഏതാണ്? ഉത്തരം 2027 മാർച്ച് 1. ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ മഞ്ഞുമൂടിയ പ്രത്യേക പ്രദേശങ്ങളിൽ റഫറൻസ് തീയതി 2026 ഒക്ടോബർ 1 ആണ്. ഇന്ത്യയിൽ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതികവിദ്യയും ജാതി തിരിച്ചുള്ള കണക്കെടുപ്പും കാസ്റ്റ് സെൻസസ് ഉൾപ്പെടുത്തി നടത്തുന്ന ആദ്യ ജനസംഖ്യാ കണക്കെടുപ്പാണിത്. ചോദ്യം 12. ഇന്ത്യയിലെ സെൻസസ് 2027ൽ ആദ്യമായി ലഭ്യമാക്കിയ പുതിയ സൗകര്യം എന്താണ്? ഉത്തരം ഡിജിറ്റൽ സെൽഫ് എന്യൂമറേഷൻ, പൗരന്മാർക്ക് ഓൺലൈനായി സ്വയം വിവരങ്ങൾ നൽകാനുള്ള സൗകര്യം. മലയാളം ഉൾപ്പെടെ 16 പ്രാദേശിക ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ചോദ്യം 13. 2026 ഓഗസ്റ്റ് 14 ഉത്തര ഗ്രീൻലാൻഡിൽ വലിയ മഞ്ഞുപാളി വേർപെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹിമാനി ഏതാണ്? ഉത്തരം പീറ്റർമാൻ ഹിമാനി. ഗ്രീൻലാൻഡിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് ഐസ് ഷെൽഫുകളിൽ ഒന്നാണ് പീറ്റർമാൻ ഹിമാനി. ആഗോളതാപനവും ഗ്ലോബൽ വാർമിംഗ്, സമുദ്രജലത്തിന്റെ താപനില വർദ്ധിക്കുന്നതുമാണ് ഇത്തരത്തിൽ കൂറ്റൻ മഞ്ഞുപാളികൾ കാവിംഗ് വേർപെട്ടുപോകാൻ പ്രധാന കാരണം. ചോദ്യം 14. പീറ്റർമാൻ ഗ്ലേഷ്യയിൽ 2026 ഓഗസ്റ്റ് 4 വേർപെട്ട ഐസ് ഐലൻഡിന്റെ വിസ്തീർണം എത്രയായിരുന്നു? ഉത്തരം 76.4 ചതുരശ്ര കിലോമീറ്റർ. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സെന്റിനൽ-1, സെന്റിനൽ-2 ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെയാണ് ഈ വലിയ വിള്ളലും വേർപെടലും സ്ഥിരീകരിച്ചത്. ചോദ്യം 15. 2026 ഓഗസ്റ്റ് 14 UAEയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൈമാറപ്പെട്ട മയക്കുമരുന്ന് കേസിലെ പ്രതി ആര്? ഉത്തരം വീരേന്ദ്ര സിംഗ് ബസോയ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത 5000 കോടിയിലധികം രൂപയുടെ വൻ മയക്കുമരുന്ന്, കൊക്കെയിൻ, MDMA കടത്ത് കേസ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് എന്നിവയിലെ പ്രധാന സൂത്രധാരനാണ് ഇയാൾ. ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് പ്രകാരമാണ് UAE അധികൃതർ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇന്ത്യയ്ക്ക് കൈമാറിയത്. ചോദ്യം 16. 2026ലെ ഫിഫ ആസിയൻ കപ്പിൽ പങ്കെടുക്കുന്നതിനുപകരം ഇന്ത്യ മുൻഗണന നൽകിയ എതിരാളി രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീൽ. ചോദ്യം 17. 2026 ഓഗസ്റ്റ് 13 സംഗീത് നാടക് അക്കാദമി അവാർഡ് സ്വീകരിച്ച പ്രമുഖ കന്നഡ ചലച്ചിത്ര നാടക പ്രവർത്തകനാര്? ഉത്തരം TS നാഗാഭരണ. കന്നഡ നാടകവേദിയിലെയും ചലച്ചിത്രരംഗത്തെയും സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നാണ് ഇദ്ദേഹം ഈ അഭിമാനകരമായ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. കന്നഡയിലെ സമാന്തര സിനിമകൾക്കും പാരലൽ സിനിമ ജനപ്രിയ സിനിമകൾക്കും ഒരുപോലെ സംഭാവന നൽകിയിട്ടുള്ള നാഗാഭരണയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചോദ്യം 18. 2026 ഓഗസ്റ്റ് 13 സംഗീത് നാടക് അക്കാദമി അവാർഡ് വിതരണം നടന്നത് ആരുടെ അധ്യക്ഷതയിലാണ്? ഉത്തരം രാഷ്ട്രപതി ദ്രൗപദി മുർമു. ചോദ്യം 19. ഇന്ത്യ US നേവി എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ EOD എക്സസൈസ് 2026 ഇന്ത്യയിൽ എവിടെയാണ് ആരംഭിച്ചത്? ഉത്തരം കൊച്ചിയിലെ സദേൺ നേവൽ കമാൻഡിൽ. ചോദ്യം 20. 2026ലെ ഇന്ത്യൻ നേവി US നേവി EOD എക്സസൈസ് എപ്പോൾ ആരംഭിച്ചു? ഉത്തരം 2026 ഓഗസ്റ്റ് 10. ചോദ്യം 21. IRCTCയുടെ നോൺ ഒഫീഷ്യൽ ഡയറക്ടർ ആയി 2026 ഓഗസ്റ്റിൽ നിയമിതനായ വ്യവസായി ആര്? ഉത്തരം ഡോക്ടർ സച്ചിൻ ബാലകൃഷ്ണ സബ്നിസ്. ബെൽഗാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായിയായ ഇദ്ദേഹം പ്രാദേശിക വ്യാപാര വികസനത്തിലും സാമൂഹിക സേവന രംഗത്തും സജീവമാണ്. ചോദ്യം 22. നീതി ആയോഗ് പുതിയ നിർമ്മാണ മേഖലാ പഠനത്തിൽ വിശദമായി പരിശോധിച്ച 4 മേഖലകൾ ഏതൊക്കെയാണ്? ഉത്തരം കെമിക്കൽസ്, ടെക്സ്റ്റൈൽസ്, ടെലികോം ആൻഡ് നെറ്റ്വർക്ക് ഉപകരണങ്ങൾ,
സോളാർ ഫോട്ടോവോൾട്ടൈക്. Thank you for watching. Thank you.